ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ ഒരു ചിക്കൻ കറി, സിമ്പിൾ ചിക്കൻ കറിയുടെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. പിന്നെ ക്ലീനിങ് വീഡിയോ ആണ്, മോട്ടിവേഷൻ ആവണമല്ലോ നമുക്ക്, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇത്തിരി നേരം വൈകിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. പിന്നെ അതിനേക്കാളും മുന്നേ ഒരു കാര്യം പറയട്ടെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വല്ലവരും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്താനും ഓടുന്ന ഓപ്ഷൻ അമർത്താനും മറന്നു പോകരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അത്യാവശ്യം തന്നെ എന്നോട് വന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് വലിച്ചു കെട്ടിക്കോ, പപ്പായൊക്കെ പെട്ടെന്ന് മറയും, അതിന് വേരിന് ഉറപ്പില്ലാത്തന്നൊക്കെ അങ്ങനെ പപ്പായ മറിയില്ല, അതിനൊക്കെ നല്ല വേര് ഓട്ടുണ്ട് എന്നൊക്കെ നോക്കി. പക്ഷെ രക്ഷയില്ല, ആള് കെട്ടിയൊന്നുമില്ല. ആൾ അങ്ങോട്ട് നടന്ന് തിരിച്ചു വന്നപ്പോഴേക്കും പപ്പായതേ കിടക്കണു. അപ്പോൾ അതൊക്കെ പറക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബ്രോസ്റ്റഡ് അതിനിടയ്ക്ക് ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ. ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാനാണ് ശ്രീകുട്ട ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ അത് കഴുകി അതിലിത്തിരി വെള്ളം ഒഴിച്ച് ഉപ്പും വിനാഗിരിയും കൂടി ഒഴിച്ചിങ്ങോട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ. ഒന്നിലെ തലേദിവസം വാങ്ങിച്ചുകൊണ്ടിരും, അല്ലെങ്കിൽ ഉച്ച തിരിഞ്ഞ് ഉണ്ടാക്കേണ്ടതായിരിക്കും നല്ലത്. അപ്പം തന്നെ ബ്രോസ്റ്റഡ് വെക്കാൻ നിന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആ ഇറച്ചി ടേസ്റ്റ് വരില്ല കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഇങ്ങനെ ചെയ്തു. ഇന്ന് ഒരാഴ്ചയായിട്ട് ഞാൻ പറഞ്ഞില്ലേ, നല്ല തലവേദനയാണ്. ചില നേരത്ത് കുറയും, ചില നേരത്ത് കുഴപ്പമുണ്ടാവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പോയിരുന്നത്. അതൊക്കെ പറക്കിക്കൊണ്ട് വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തലേദിവസം അലക്കലും നമ്മുടെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ ഈ പ്രാവശ്യം വീഡിയോ പിടിച്ചില്ല. എന്നും ക്ലീനിങ്, എല്ലാ ആഴ്ച ഓരോ ക്ലീനിങ് വീഡിയോ ഇട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. ഇതവിടെ ഇഷ്ടംപോലെ മധുരക്കിഴങ്ങ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ക്ലീനിങ് നന്നായിട്ട് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ നേരം വൈകിട്ട് തന്നെ എഴുന്നേറ്റത്. ആദിത്യം പോയിട്ടുണ്ടായിരുന്നു, വേറെ പപ്പായത്തേക്ക് മുളയ്ക്കുന്നുണ്ട് കേട്ടോ. അതാണ് കാണിച്ചത്, ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ മുതിര ഉപ്പേരി, അതുപോലെ ദോശ, സാമ്പാർ അങ്ങനെയൊക്കെ ആയിട്ട് ഒപ്പിച്ചു. തലേദിവസത്തെ സാമ്പാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ശ്രീകുട്ടന് ട്യൂഷൻ എടുക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം ഞാൻ വേഗം ഒരു ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എളുപ്പത്തിലുള്ളത് ഒരു 5-6 കഷ്ണം ചിക്കൻ മാത്രമേ എടുക്കണുള്ളൂ. അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലും കൂടി നന്നായിട്ട് മൂപ്പിച്ചു. ഇത്തിരി മുളക് പൊടി കൂടുതലിട്ടു. എന്താ വെച്ചാൽ അവനിപ്പോൾ നല്ല ചുവന്ന കളറുള്ള ചിക്കൻ കറി വേണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇത്തിരി മുളക് പൊടി മുന്നിട്ട് നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും പൊടികളെ ഇട്ടിട്ടുള്ളൂ. അത് നന്നായിട്ടൊന്ന് മൂക്കുക. അത് മൂപ്പിക്കണേലാണ് നമ്മുടെ ടേസ്റ്റ് കിടക്കുന്നത് കേട്ടോ. അതിനിടയ്ക്ക് തന്നെ ഞാൻ സവോള അരിയിലും അതിലേക്ക് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കലും എല്ലാതും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തില്ല. ഇത്തിരി വെളിച്ചെണ്ണ പോരായുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചു. 2 ചെറിയ സവോളയാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു തക്കാളി, പിന്നെ ഇഞ്ചി, പച്ചമുളക് കേട്ടോ, ഇത്ര ഇടാം. പിന്നെ സവോളയും തക്കാളിയൊന്നും ഓവറായിട്ട് വഴണമെന്നില്ല. ഇത് ചെയ്ത് കുക്കറിൽ ഒരുമിച്ചിട്ട് അടിക്കുകയല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് ഒന്ന് വഴണ്ടാൽ മതി, ഒന്ന് സോഫ്റ്റ് ആയാൽ മതി കേട്ടോ. അധികം ഇങ്ങനെ ഇട്ടിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു 5-6 പീസ്, ഇത്തിരി വലിയ ചിക്കൻ പീസായിരുന്നു, ഒരു 5-6 പീസ് ചിക്കനും ഒരു കായും കൂടി അരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങാണ് ചിക്കൻ കറിയിൽ ചേർക്കുക, പക്ഷേ എനിക്ക് കായാണ് ഇഷ്ടം കൂടുതലായതുകൊണ്ട് ഞാൻ കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് വിസിലടിക്കാനായിട്ട് വെച്ച് ഞാൻ പിന്നെ കുളിക്കാനൊക്കെ പോയി കേട്ടോ. അത് ചേട്ടനോടൊന്ന് ഓഫ് ചെയ്തിട്ടോളൂ എന്ന് പറഞ്ഞ് കുളിക്കാൻ പോയി. എന്നെ കാണിക്കാത്തത് അതുകൊണ്ടാണ്, ഞാൻ നല്ല വേഷത്തിലല്ല. അപ്പോൾ തലവേദന എടുക്കുമ്പോൾ എനിക്ക് രാവിലെ നല്ല റിലാക്സ് ആവണം. ആ റിലാക്സ് മസാലയും മസാലപ്പൊടിയും ഉപ്പാണ് കേട്ടോ ഇട്ടത്. റിലാക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് രാവിലെ വീഡിയോ എടുക്കാണ്ടിരുന്നതും. പതുക്കെ എൻ്റെ ഇഷ്ടത്തിന് പതുക്കെ എഴുന്നേറ്റ് പതുക്കെ ചായ കുടിച്ച് ഫുഡ് കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് പതുക്കെ വീഡിയോയിൽ എന്നെ കാണിച്ചാൽ മതി എന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അതാ ചിക്കൻ കറി മൂടി വെച്ച് കുളിക്കാനൊക്കെ പോയി. അലക്കാനില്ല കേട്ടോ, അലക്കാനൊക്കെ തലേദിവസം എനിക്ക് അങ്ങനെയാണ്. അലക്കാനുണ്ടെങ്കിൽ ഭയങ്കര ഒരു അസ്വസ്ഥതയാണ്. അതുപോലെ അടിച്ചു വാരി തുടയ്ക്കാനുണ്ടെങ്കിലും നമ്മൾ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഒക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ചെറിയൊരു മല്ലിക്കൂത്ത് ഉണ്ടായിരുന്നു. അപ്പം ഞാനിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളിയും എന്താ പറയുക നാളികേരം കൂടിയും കറിവേപ്പിലും മൂപ്പിച്ച് ചേർത്തു. പിന്നെ ചേട്ടൻ്റെ ഇഷ്ടത്തിനാണ് ആ ഒരു മല്ലിയില അരിഞ്ഞിട്ടത്. മല്ലിയിൽ ഇടാണ്ട് പറ്റില്ല ചേട്ടന്. അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ ഇട്ടോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ അടിപൊളി കറിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എളുപ്പത്തിൽ വയ്ക്കാം. പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ പോയി കിടന്നു. അതിനിടയ്ക്ക് ഫുഡൊക്കെ കഴിച്ചൊന്നും വീഡിയോ എടുക്കാൻ നിന്നില്ല. പിന്നെ ഞാൻ ചിക്കൻ എടുത്ത് ഒന്നും കൂടി ഒന്ന് കഴുകിയെടുത്ത് അതിലേക്ക് ഇത്തിരി മസാലപ്പൊടികളൊക്കെ റെഡിയാക്കി വെക്കേണ്ടതുണ്ട്. ഞാൻ ഈ തവിടൊന്നും കറിയിൽ ഇടേണ്ടതായിരുന്നു കേട്ടോ, മറന്നുപോയി. അപ്പോൾ പിന്നെ ഇതിലേക്ക് എടുക്കട്ടെ. പിന്നെ ബ്രോസ്റ്റഡ് അവസാനമായപ്പോൾ കുറച്ച് മാറ്റി വെച്ചു കേട്ടോ, ചിക്കൻ എല്ലാതും വെച്ചില്ല. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഓവറായിട്ടിട്ടുണ്ടെങ്കിൽ കളറ് കൂടും. പക്ഷേ കുരുമുളക് പൊടി, വൈറ്റ് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കണതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
പിന്നെ മഞ്ഞൾപ്പൊടിയൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിലൊക്കെ ചേർക്കാം. ബ്രോസ്റ്റഡ് ചിക്കൻ ശരിക്കും പറയാൻ ചെറിയൊരു മഞ്ഞ കളറാണ്. ശ്രീകുട്ടൻ ദേ പോവാണ്. ശ്രീകുട്ടൻ പിന്നെ രണ്ടാമത് ഫുഡൊന്നും കഴിച്ചില്ലേ, വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. 11 മണിയായിട്ടാണ് രാവിലത്തെ കഴിച്ചത് കേട്ടോ. അപ്പോൾ നാളെ അവനൊരു എക്സാം ഉണ്ടായിരുന്നു, തിങ്കളാഴ്ച. നാളെയല്ല, തിങ്കളാഴ്ച എക്സാം ഉണ്ട്. അപ്പോൾ പിള്ളേർക്ക് ട്യൂഷൻ എടുക്കാൻ പോകാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം സൺഡേയിൽ ട്യൂഷൻ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവൻ പോയി. പിന്നെ അവൻ വന്നപ്പോൾ 4:30-5 മണിയൊക്കെ ആയി കേട്ടോ. അത് കാരണം കൊണ്ട് തന്നെ ഇന്ന് പുറത്തേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ. അത് നടന്നില്ല. അപ്പോൾ അതാ നമ്മുടെ ഇതിൽ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ, ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, അതുപോലെ 1 ടീസ്പൂണ് വിനാഗിരി, 1-2 ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ്. ഇഞ്ചി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇട്ടുങ്ങാണ്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. മിനിമം 2 മണിക്കൂറെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഓവർനൈറ്റ് വെക്കുക കേട്ടോ. അല്ലെങ്കിൽ ചിക്കൻ്റെ ഉൾഭാഗം സോഫ്റ്റായിൽ റോസ്റ്റഡ് ചിക്കനൊക്കെ കഴിക്കുമ്പോൾ കണ്ടിട്ടില്ലേ കൂട്ടുകാർ, ഉള്ളിൽ നാരുകളൊന്നും വരില്ല, നല്ല സോഫ്റ്റായിട്ട് കടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ ആവാനാണ്. പിന്നെയും ഞാൻ വീണ്ടും പോയി കിടന്നൊക്കെ കുറച്ച് നേരം. അത് കഴിഞ്ഞ് പിന്നെ ഒരു സമാധാനം ഇല്ല കേട്ടോ. കുറേ സമയം ഇന്ന് വെറുതെ കളഞ്ഞു എന്നുള്ള മനസ്സിലൊരു തോന്നൽ. എപ്പോഴും ജോലി ചെയ്ത് നടന്നിട്ട് എനിക്ക് റെസ്റ്റ് എടുക്കുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നു. ഞാൻ അങ്ങനെയായി മാറിപ്പോയി, എന്ത് പറ്റി എനിക്കറിയില്ല. ഞാൻ ബ്രൂ കോഫിയാണ് ഉണ്ടാക്കിയത്, പക്ഷേ കോഫി ഇത്തിരി കുറവായിരുന്നു, കോഫി പൗഡർ. ചേട്ടൻ നല്ല ഉറക്കമായിരുന്നു. എനിക്ക് വയ്യാണ്ടായ ചേട്ടനും റെസ്റ്റ് കിട്ടൂട്ടാ. എനിക്ക് വയ്യായി ഇല്ലെങ്കിൽ ഞാനിതിങ്ങനെ ആ പണി ചെയ്യാം ഈ പണി ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ചേട്ടനെ വിളിച്ചില്ലെങ്കിലും ചേട്ടൻ മുന്നിലേക്ക് വരും കേട്ടോ. ഞാൻ എടുത്ത് ഇനി വയ്യാണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് നേരം. നല്ല വെയിലാണ് കേട്ടോ, 3:30 എന്നാൽ കൂടി നല്ല വെയിലാണ് ഇന്നത്തെ ദിവസം. തുണികളൊക്കെ ടെറസിൽ കൊണ്ടിട്ട് ഉണക്കി ചൂടാക്കി എടുത്തു, മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നും വീഡിയോ എടുത്തില്ല. നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്, വെയിലും പൂക്കളും ഒക്കെ സൂപ്പറാണ് കേട്ടോ. ചെമ്പരത്തിമ്മ നിറയെ പൂക്കളുണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് ചേട്ടൻ കോക്കനട്ട് ബ്രെഡ് ഉണ്ടല്ലോ അതുണ്ടായിരുന്നു, ചേട്ടൻ അത് കഴിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പിന്നെ അതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്തവരൊന്നും ഞാൻ കഴിച്ചില്ല. നമ്മുടെ പെയിൻ്റ് അടി കഴിഞ്ഞപ്പോൾ ടെറസ് വൃത്തികേടായതാണ്. പിന്നെ ഇതേവരെയും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല കേട്ടോ. ഓരോരോ കാരണങ്ങളാണ്. മുറ്റത്ത് പുല്ല് പറിക്കലാണല്ലോ എല്ലാ ആഴ്ചയും. ഈ കഴിഞ്ഞ ആഴ്ച മരുന്ന് അടിച്ചിട്ട കാരണം ഒക്കെ ഉണങ്ങി കിടപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊന്ന് ക്ലീൻ ആക്കി ഇടേണ്ടതായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണമെന്ന് കരുതി, പക്ഷെ നടന്നില്ല. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായി ഇത്രയ്ക്കധികം ജോലി ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കേട്ടോ. അപ്പം ഞങ്ങൾ വേഗം ഒതുക്കുകയാണ്. കുറേ അന്ന് ആവശ്യമില്ലാത്ത സാധനങ്ങളും കൊണ്ടുവന്നിട്ടായിരുന്നു. പിന്നെ ചേട്ടൻ്റെ ടൂൾസുകളും സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേരുടെ ബുക്കുകൾ കുറേ കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ബുക്കുകൾ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞ് ഞാനൊരു ദിവസം ചേട്ടൻ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബുക്കുകളൊക്കെ കൊണ്ട് വിറ്റോളോ, പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ കൊണ്ട് വിറ്റോളോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ആകെ ചെയ്ത് കുറച്ച് സ്റ്റീൽ പാത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത് മാത്രം, അത് അത്യാവശ്യം പൈസയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ ചെയ്തുള്ളൂ. പിന്നെ ഞാനും കൂടി ഉണ്ടെങ്കിലാണ് ചേട്ടന് ഇതൊക്കെ ഒതുക്കാനായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് വരുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ബുക്കുകൾ കുറച്ചൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ വെയിലത്തേക്ക് ഇട്ട് അതൊന്ന് ഉണക്കാനായിട്ട് വെച്ചു. പിന്നെ നിറയെ കടലാസുകളും ഇതൊക്കെ കളയാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തീയിടാന്ന് ഓർത്തിട്ട് അതും ഒക്കെ ഒരു കവറിലെടുത്ത് മാറ്റി വെച്ചു. പിന്നെ എടുത്ത് വന്നപ്പോൾ ചേട്ടൻ്റെ ടൂൾസുകളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ചേട്ടന് ഭയങ്കര സങ്കടം, മുഖമൊക്കെ മാറി. വർക്ക്ഷോപ്പ് നിർത്തിയതുകൊണ്ട് ശരിക്കും പറയാൻ വെച്ചാൽ നല്ല കാലത്ത് ചേട്ടൻ ഇതൊക്കെ ഒതുക്കി വയ്ക്കുമ്പോഴാണ് കേട്ടോ ചേട്ടന് വിഷമമായത്. നല്ല കാലത്ത് അതൊരു ശരിക്കും ഇൻഡിപെൻഡൻ്റ് എന്താ പറയുക, ശരിക്കും സ്വന്തമായിട്ടൊരു വർക്ക്ഷോപ്പ് ഇട്ടിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു ചേട്ടന്. പക്ഷേ ചേട്ടന് അത്ര ബുദ്ധി ഉണ്ടായിരുന്നില്ല, എനിക്കും ബുദ്ധി ഉണ്ടായിരുന്നില്ല കേട്ടോ ആ ഒരു സമയത്ത്. ഇപ്പോൾ ബുദ്ധിയും സാമർഥ്യമൊക്കെ വെച്ചപ്പോൾ അതൊന്നും ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം അങ്ങോട്ട് ഒത്തു വരുന്നില്ല. പിള്ളേർ പഠിക്കല്ലേ, ആ ഒരു അവസ്ഥ. അപ്പോൾ അവരുടെ കാര്യങ്ങൾക്കാണല്ലോ നമുക്ക് എപ്പോഴും മുൻഗണന കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞ് അവരെയൊക്കെ ഒന്ന് ചേർത്തി കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ കാര്യങ്ങളിലേക്ക് തിരിയണം. സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം എന്നാണ് ചേട്ടൻ്റെ ഇപ്പോഴത്തെയും ഒരു ആഗ്രഹം. ഇത്രയും കാലം പുറത്ത് പോയി ജോലിക്ക് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ 2 വർഷത്തെ ആയിട്ടാണ് വല്ലവരുടെ ജോലിക്ക് പോയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ചേട്ടൻ നന്നായിട്ടുണ്ട്. ഞാൻ പിന്നെ ചെറുപ്പത്തിലേ തുടങ്ങി വല്ലവരുടെ ജോലിയും ചെയ്ത് അവരുടെ ചീത്തയും കേട്ട് നമ്മൾ നല്ലത് ചെയ്താലും പൊട്ട ചെയ്താലും ഒക്കെ നമുക്ക് ചീത്ത കേൾക്കൂല്ലേ പുറത്ത് ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ. പിന്നെ ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോകണമെന്ന് മാത്രം. സ്വന്തമായിട്ട് തുടങ്ങാൻ പറ്റണവരാണെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാൻ നല്ലത്. യൂട്യൂബ് നന്നായിട്ട് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു സാഹചര്യം എനിക്ക് അങ്ങോട്ട് ഞാൻ മനസ്സിൽ കുറേ വിചാരിക്കുന്നുണ്ടെങ്കിലും ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ജീവിതത്തിലുണ്ട്. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ മാറുമായിരിക്കും. നമ്മൾ കുറേ ആഗ്രഹിച്ചാൽ അല്ലെങ്കിൽ കുറേ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു കാര്യം നടക്കാണ്ടിരിക്കില്ലല്ലോ. അങ്ങനെ നടക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് ആ ബുക്കുകളൊക്കെ മുകളിലേക്ക് കയറ്റി വെച്ചു.
പിന്നെ അവിടെ നിന്ന് കുറച്ച് ടൈലെടുത്തതാണ് കേട്ടോ. എന്താ വെച്ചാൽ ഈ പെട്ടികളും ഇതൊക്കെ വയ്ക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ടൈൽ വെച്ചിട്ടുണ്ടെങ്കിൽ ടൈൽ വെച്ച് ഇത്തിരി അല്ലെങ്കിൽ കട്ടയിലും മതി. കട്ടയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ടൈലെടുത്തു. ഉയർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ ആ പെട്ടിമയ്ക്ക് പോവാണ്ട് അടിയിൽ വന്ന് അങ്ങനെ തിരിച്ച് ഒഴുകി പൊക്കോളൂല്ലോ. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ആ ടൈലൊക്കെ വെച്ച്. ചേട്ടൻ്റെ 2 പെട്ടികളുണ്ട്. ഒരെണ്ണത്തിൽ നിറയെ തുരുമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു, ഒരെണ്ണത്തിലൊന്നും തുരുമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല, അതിൽ ഡീസലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീനാക്കി അതിൽ കവറിട്ട്, അപ്പോൾ തുരുമ്പ് പിടിച്ചത് ഇനി വേറൊരു ദിവസം ഡീസലൊക്കെ വാങ്ങിച്ചു കൊണ്ട് ഒഴിച്ച് ക്ലീൻ ആക്കാമെന്ന് പറഞ്ഞു കണ്ടിട്ട് അത് മാറ്റി വെച്ചു. മറ്റേത് നല്ലോണം തന്നെ വെച്ചു കേട്ടോ. പിന്നെ ഈ ഒരു അലമാരി അതും ആകെ ഒരു വൃത്തികേടായിട്ട് കിടക്കണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി എടുത്ത് അത് ഞാൻ പറഞ്ഞു എല്ലാതും ഒരു സൈഡിൽ തന്നെ വെക്കാം, പകുതി ഇവിടെയും പകുതി അവിടെയും അങ്ങനെ വെക്കേണ്ട. അവിടെ ആകുമ്പോൾ കുറച്ചും കൂടി കുറവ് മഴയാണ് കൊള്ളുള്ളൂ. ചേട്ടൻ്റെ കൈമിടുന്ന സോക്സാണ് കേട്ടോ. അപ്പം ഞാനത് കളയാന്ന് ഓർത്ത് കൊണ്ട് കളയാണ്. ചേട്ടൻ പറഞ്ഞത് ചേട്ടന് വേണം കളയണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതും കൊണ്ട് കൊടുത്തു. പിന്നെ ഞങ്ങൾ അത് രണ്ടും കൂടി ഇവിടെ ഇഷ്ടികയൊക്കെ വെച്ച് സെറ്റ് ചെയ്തു. അവിടെ ഒരു പൈപ്പ് ഉണ്ട് കേട്ടോ. പൈപ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വെള്ളത്തിലാവും. ഇപ്പുറത്തും ഒരു പൈപ്പ് ഉണ്ട്. അപ്പോൾ 2 വാഷ് ബേസിനൊക്കെ വെച്ച് നമുക്ക് എന്തെങ്കിലും ഷൂട്ടിങ്ങിൻ്റെ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതായിരുന്നു. പക്ഷേ ഇന്നേ വരെ അതെനിക്ക് സാധിച്ചിട്ടില്ല. ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ ഈ തലവേദനയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം. മൈഗ്രെയിൻ ആണ് കേട്ടോ. ചേട്ടാ എന്തെങ്കിലും ആയുർവേദം കാണാമെന്ന് പറയുന്നുണ്ട്. ഡോക്ടറെ കണ്ടുപിടിച്ചു. ഇനിയൊരു ദിവസം ഒഴിവ് നോക്കിയിട്ട് പോയി കാണാമെന്ന് വിചാരിച്ചു. എന്നൊക്കെ റെഡിയാക്കി അതിലും ബാക്കിയുള്ളതൊക്കെ വെച്ചു. ചൂലൊക്കെ ആകെ തവിടുകൂടിയായിട്ട് അതിൻ്റെ മുകളിൽ കൂടെ പോയിട്ട് പിന്നെ ഞാൻ മൊത്തത്തിൽ അടിച്ചു വാരി. അവിടെ നിന്ന് അടിച്ച് കഴുകണമെന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ കുറേ പ്ലാസ്റ്റിക് ഞാൻ കവറിൽ കെട്ടി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് പ്ലാസ്റ്റിക്കാർ നമ്മുടെ ഹരിതസേനക്കാർ വന്നപ്പോൾ കൊടുക്കാനായിട്ട് നോക്കിയപ്പോൾ 2 കവറുള്ളത് ആകെ നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് ഞാൻ അപ്പുറത്തെ സൈഡിൽ ഉണങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഉണങ്ങി ഇനി മഴ കൊള്ളി എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് 2-3 ദിവസം കഴിഞ്ഞ് അതൊരു കവറിലേക്ക് എടുത്ത് കെട്ടി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ബുക്കുകളൊക്കെ എടുത്ത് മുകളിലേക്ക് എന്നെ കയറ്റി ഇനി ഒഴിവുള്ള ദിവസം വിൽക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ അവിടെ പൈപ്പ് കിടക്കുന്നുണ്ടായിരുന്നു, അതും മുകളിലേക്ക് എടുത്തു വെച്ചു കേട്ടോ. മോട്ടറിൻ്റെ നമ്മുടെ വലിയ പൈപ്പ് ഉണ്ടല്ലോ, അതും എടുത്തു വെച്ചു. പിന്നെ പ്ലാസ്റ്റിക്കുകളാണ് അതൊക്കെ കെട്ടി വെയിൽ മഴ കൊള്ളാത്തോടത്ത് വെച്ചു. ഇനി ആർക്കെങ്കിലും പിന്നെ കുറേ ബാഗുകളും ചെരുപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ പ്ലാസ്റ്റിക്കുകൾ പൈസ മേടിക്കാണ്ട് നമ്മൾ ആർക്കെങ്കിലും വരുമ്പോൾ കൊടുക്കാന്ന് വെച്ചാൽ അവർ ഈ ബാഗും ചെരുപ്പൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകും കേട്ടോ. ചേട്ടാ അങ്ങനെ ചെയ്യാം. നമുക്ക് കത്തിക്കാൻ പറ്റാത്തത് നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് ഒന്നിനും പൈസ വാങ്ങിക്കില്ല അവരെ നിന്ന്. അപ്പോൾ പിന്നെ അവർ ഈ വേസ്റ്റും നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കാറുണ്ട്. എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോൾ തൃശ്ശൂർ കൊണ്ട് കൊടുക്കുമായിരിക്കും. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കണ്ടപ്പനെ ഓർമ്മയില്ലേ എല്ലാവർക്കും? കണ്ടപ്പൻ്റെ മരുന്നുകളൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അവൻ ലാസ്റ്റ് വയ്യാണ്ടായപ്പോൾ വാങ്ങിച്ചത്. അതൊക്കെ ഓർത്തപ്പോൾ വലിയ വിഷമം തോന്നി. പിന്നെ ഈ വർക്ക്ഷോപ്പിൽ പിന്നെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അതാ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് 2 ഗ്ലാസ്സൊക്കെ മൈദ ഉണ്ടാവും. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ അരിപ്പയിൽ അരിച്ചെടുക്കുക 2-3 പ്രാവശ്യം കേട്ടോ. ബേക്കിംഗ് സോഡ എല്ലായിടത്തേക്കും എത്തണം. വേറെ ഒരു ബൗളെടുത്ത് അതിലേക്ക് 1 ഗ്ലാസ് കോൺഫ്ലവറും 1 ഗ്ലാസ് മൈദയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇത്രയും മസാലപ്പൊടികളാണ് വേണ്ടത്. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, പിന്നെ 1-2 ടീസ്പൂണ് വിനാഗിരി കേട്ടോ. അവർ ആൽക്കഹോളിലൊക്കെയാണ് ഉണ്ടാക്കുക, നമുക്കത് പറ്റില്ല. അതുകൊണ്ട് നമുക്ക് വിനാഗിരി ഉപയോഗിക്കേണ്ടത് കേട്ടോ. രണ്ട് ആസിഡാന്നൊക്കെ ശ്രീരാഗ് പറഞ്ഞു. അത് പക്ഷേ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ഞാൻ കുരുമുളക് പൊടി ഇടാൻ മറന്നു, അതാണ് രണ്ടാമത് ഇട്ടത് കേട്ടോ. ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നല്ല തണുത്ത പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത്തിരി ലൂസ് ബാറ്റർ വേണം ഉണ്ടാക്കാനായിട്ട് കേട്ടോ. പിന്നെ ഇത് അത്യാവശ്യം ചെറിയ പീസുകൾ തന്നെയാണ്. കറിക്കട്ടാണ് മുറിച്ച് വാങ്ങിച്ചത്. കറിക്കട്ടായാലും അത്യാവശ്യം വലിപ്പം ഉണ്ടാവുമല്ലോ. മുറ്റത്താണ് വെച്ചത്, എന്താ വെച്ചാൽ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മൈദയും ബേക്കിംഗ് സോഡയും മിക്സ് ചെയ്തിട്ടില്ലേ, അതിലൊന്ന് വെറുതെ ചെറുതായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ചെറിയ പീസുകളായ കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് ഇടണമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം ആ മൈദയിലേക്ക് ഫസ്റ്റ് ബാച്ചിൽ ഇടാനുള്ള അത്രയ്ക്കും കഷ്ണങ്ങൾ എടുത്തിട്ടു. പിന്നെ ഇതേപോലെ എടുത്തിട്ട് നന്നായി തട്ടിക്കളയണം കേട്ടോ. മൈദ മുക്കിയിട്ട് തട്ടിക്കളയുക. ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് വീണ്ടും ആ മൈദ മുകളിലേക്ക് നന്നായിട്ടിട്ട് ചിക്കൻ കൈ കൊള്ളാണ്ട് ആ മൈദേമ മാത്രം പിടിച്ചങ്ങനെ അമർത്തുക. നല്ല ശക്തിയായിട്ട് തട്ടിക്കളയുക കേട്ടോ. എന്താ വെച്ചാൽ അതും എക്സസൈസ് നിൽക്കണം, മൈദയൊക്കെ പോകണം, എന്നാലാണ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് നേരെ ഓയിലിലേക്ക് ഇടുക. ഓയിലിൽ പൊരിക്കുന്നതായിരിക്കും നല്ലത്, വെളിച്ചെണ്ണ ആയിരിക്കില്ല. ബ്രോസ്റ്റഡൊന്നും വെളിച്ചെണ്ണയിലല്ലല്ലോ, ഓയിലിൽ പൊരിച്ചെടുക്കുക കേട്ടോ. അത്യാവശ്യം തീ വേണം. നന്നായിട്ട് കാഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ ഇട്ട വഴി എൻ്റെ ബ്രോസ്റ്റഡിൻ്റെ കളർ ഇത്തിരി മാറി കേട്ടോ. എന്നാലും കുഴപ്പമില്ല.
പിന്നെ വേഗം എല്ലാം റെഡിയാക്കി വെച്ച കാരണം ഞാൻ എല്ലാതും വേഗം അങ്ങോട്ട് പറക്കിയിട്ടു. പിന്നെ ചേട്ടനെ ഏൽപ്പിച്ചു. എന്താ വെച്ചാൽ എനിക്കിത് മുക്കലും ഇത് മറിച്ചിടലും നോക്കിയിട്ട് എടുക്കലും ആ തീ നിയന്ത്രിക്കലും എല്ലാം കൂടി ഒരാൾക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. അപ്പോൾ എന്തായാലും ചേട്ടനെയും കൂടി വിളിച്ചു. അങ്ങനെ ചേട്ടൻ അത് കോരി എടുക്കാനായിട്ടിരുന്നു. ഞാനിതൊക്കെ മുക്കി റെഡിയാക്കി. അത് വെച്ചിട്ട് എല്ലാം ഒരുമിച്ച് മുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നനഞ്ഞ ഒരു ഇതാവും, ക്രിസ്പിനെസ് അത്ര കിട്ടില്ല കേട്ടോ. അപ്പോൾ എപ്പോഴും അപ്പോൾ ആ ഫ്രൈ ചെയ്യാനിടുന്ന നേരത്ത് തന്നെ മുക്കിയിട്ട് വേണം നമ്മൾ ഇതൊക്കെ അതിലേക്ക് ഇടാൻ. പിന്നെ ഇതാ എങ്ങനെയുണ്ട് നമ്മുടെ ബ്രോസ്റ്റഡ്. കാണാൻ ഇത്തിരി ഭംഗി കുറവുണ്ട്, റെഡ് കളർ വന്നു. യെല്ലോ കളർ വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ടാൽ ശരിയാവുമെന്ന് എനിക്കറിയില്ല, ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. എന്തായാലും ടേസ്റ്റ് വൈസ് അടിപൊളിയാണ് ടേസ്റ്റ്. അപ്പോൾ കൂട്ടുകാരുണ്ടാക്കി നോക്കുക. മയണൈസൊക്കെ വെച്ചിട്ടുള്ളൊരു ഡിപ്പും കൂടി ഉണ്ടാക്കേണ്ടതായിരുന്നു, പക്ഷേ മയണൈസ് ഉണ്ടായിരുന്നില്ല. വറുത്തപ്പോൾ ഓയിൽ തീർന്നു പോയി, അത് കാരണം കൊണ്ട് ഉണ്ടാക്കാൻ നിവൃത്തിയില്ല. കടയിൽ പോയപ്പോൾ മയണൈസ് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ തക്കാളി സോസൊക്കെ വെച്ച് ഞങ്ങളങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും മറക്കരുത്.